നമസ്കാരം. 13, 14, 15 എന്നീ ദിവസങ്ങളിലായി തമിഴരുടെ ദേശീയ ഉത്സവമായ പൊങ്കലിൻ്റെ വിവിധ ജില്ലകളിൽ ചിത്രീകരിച്ച വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് ഞാൻ മുൻകൂട്ടി അറിയിച്ചിരുന്നു. അപ്രകാരം കൊല്ലം ആൻഡ് തെങ്കാശി, തിരുനെൽവേലി, തൂത്തുക്കുടി എന്നീ ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിലെ പൊങ്കൽ ആഘോഷങ്ങൾ ഞാൻ ചിത്രീകരിച്ചു. എന്നാൽ പല സ്ഥലങ്ങളിലും 5G സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതാതാ ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ചിത്രീകരിച്ചത് 3-4 ജില്ലകളാണെങ്കിലും കടന്നുപോയത് കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ആൻഡ് വിരുദനഗർ എന്നീ ജില്ലകളിലൂടെയാണ് കടന്നുപോയത്. 5 ദിവസം കൊണ്ട് ഏതാണ്ട് 900 കിലോമീറ്റർ യാത്രയും ഒക്കെ ചെയ്യേണ്ടി വന്നു. പക്ഷേ എത്തിയത് ഞാൻ ഒരു രോഗിയായിട്ടാണ്. ഒന്നാമത് അവിടെ മഴ, പിന്നെ അവിടുത്തെ വെള്ളം, കാലാവസ്ഥ, ഭക്ഷണം, പിന്നെ തുടർന്നുള്ള 5 ദിവസം ഇത്രയും ദൂരെയുള്ള യാത്ര, ഇതെല്ലാം കൂടിയായി മടങ്ങി ഞാൻ നേരെ കേരളത്തിൽ എത്തിയ ഞാൻ വീട്ടിൽ പോലും ചെന്നില്ല. നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ഹോസ്പിറ്റലിൽ ചെന്ന്, അതായത് വയറിളക്കം, ഛർദി, പനി, ശരീരവേദന എന്നിങ്ങനെ അസുഖങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയത്. തീർത്തും വയ്യാതെയാണ് എത്തിയത്. വീട്ടിൽ ചെല്ലാനുള്ള ശേഷിയില്ലാതെ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോവുകയായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടാണ് വീട്ടിൽ പോയത്. ഇന്നലെയൊക്കെ കിടപ്പിലായിരുന്നു. ഇന്ന് രാവിലെ ഒന്ന് എഴുന്നേറ്റത്. അത്രയ്ക്കും വയ്യാഴികയാണ്. ഇടയ്ക്ക് 1-2 വീഡിയോയിൽ സൗണ്ടുകളില്ലാതെ പോയി. അത് സ്പീക്കർ വർക്ക് ചെയ്യാതെ വന്നതാണ്. മൈക്കിൻ്റെ കംപ്ലൈൻറ്റ് കാരണം അങ്ങനെ സംഭവിച്ചതാണ്. അത് പിന്നെയാണ് ഞാൻ അറിയുന്നത്. എന്തായാലും ഇന്നും നാളെയായിട്ട് ബാക്കിയുള്ള വീഡിയോകൾ ഇന്ന് ഇച്ചിരി ആശ്വാസമുണ്ട്. എന്നാലും പൂർണ്ണതയിലെത്തിയില്ല. രാവിലെ ചൂടുവെള്ളം വെച്ചൊന്ന് കുളിക്കുകയൊക്കെ ചെയ്തു. പൂർണ്ണതയിലെത്തിയില്ല. അവശത തുടരുകയാണ്. ഇന്നും കൂടി ഹോസ്പിറ്റലിലൊന്ന് പോകണം. പോയി ഇന്നാണ്ട് ബ്ലഡ് ചെക്കപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കാണിച്ച് തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റുമായിട്ട് വന്നിട്ട് വേണം ഇന്നും നാളെയൊക്കെ ആയിട്ട് ബാക്കിയുള്ള വീഡിയോകൾ കൂടി അപ്ലോഡ് ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് മടങ്ങി വരുന്ന വഴിക്ക് നമ്മുടെ കൊല്ലം ജില്ലയുടെ പാലരുവി എടുക്കണമെന്നുണ്ടായിരുന്നു, സാധിച്ചില്ല. അതുപോലെ അമ്പനാട് എസ്റ്റേറ്റ് അവിടെയും കയറണമെന്നുണ്ടായിരുന്നു, അതൊക്കെ സാധിക്കാതെ പോയി. അത്രത്തോളം അവശതയാണെന്നുള്ള കാര്യം പറയാമല്ലോ. നേരിട്ട് വീട്ടിൽ പോലും ഹോസ്പിറ്റലിലോട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 ദിവസം കൊണ്ട് 900 കിലോമീറ്റർ യാത്ര ചെയ്യുക, ഈ പറയുന്ന പോലെ ഇത്രയും ദൂരങ്ങൾ യാത്ര ചെയ്യുക, പിന്നെ കാലാവസ്ഥ, ഭക്ഷണം, വെള്ളം, ടോട്ടലി മാറ്റം വന്നപ്പം അതിൻ്റെതായ അവശത. പിന്നെ നമുക്ക് ഓൾറെഡി ഈ ചെറിയ മേലാഴികയൊക്കെ ഉണ്ടായിരുന്നു. ആ മേലാഴിക ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതും വെച്ചുകൊണ്ടാണ് പോയത്. എന്തായാലും ബാക്കി വരുന്ന വീഡിയോകൾ ഇന്നും നാളെയായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മാന്യമായ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരുപാട് പോരായ്മ ഉണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും എൻ്റെ പ്രസൻസിൽ ഒരുപാട് പോരായ്മ ഉണ്ടെന്ന് എനിക്കറിയാം. അത് ഈ പറയുന്ന വലിയ ക്വാളിറ്റിയുള്ള ഫോണൊന്നുമല്ല, ലോക്കൽ ഫോണാണ്. അതിൻ്റെതായ പോരായ്മയുണ്ട്. പിന്നെ എഡിറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സാങ്കേതിക വിദ്യകളാണെങ്കിലും ഒന്നും ആയിട്ടില്ല. അതിൻ്റെതായ പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ കാലക്രമേണ നമുക്ക് പരിഗണിക്കാം. തൽക്കാലം എൻ്റെ ഈ ചാനൽ കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ഉപജീവന മാർഗവും കൂടി മുടക്കിയിട്ടൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അതും നമുക്കെങ്കിലും ഉപജീവന മാർഗം മുടക്കാൻ പറ്റുകയില്ല. ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുകയുള്ളൂ. അത് മുടക്കിക്കൊണ്ട് ഒരു പണിയും ചെയ്യാൻ ആർക്കും പറ്റുകയില്ല.
എന്തായാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം. നല്ല നല്ല വ്യത്യസ്തമായ വീഡിയോകൾ പ്രസൻറ്റ് ചെയ്യാൻ, എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം. എൻ്റെ ഈ ചാനൽ കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.